സിപിഐഎം പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനം. എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആയേക്കും. എം.എ. ബേബി പുതിയ സിപിഐഎം ജനറൽ സെക്രട്ടറിയാകും. പി.ബി ശുപാർശയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം അന്തിമ തീരുമാനമെടുക്കും. കേരളത്തിൽ നിന്ന് പുതുതായി ആരും പി.ബിയിൽ ഉണ്ടായേക്കില്ല. പി.കെ. ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായേക്കും. കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ, യു വാസുകി, മറിയം ധാവ്ല എന്നിവർ പി.ബിയിലെത്തും. പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രായപരിധിയിൽ നേരത്തെ തന്നെ ഇളവുണ്ട് എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഒഴിവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒഴിവുണ്ടല്ലോ. അത് പാർട്ടി തീരുമാനിക്കും. അല്ല, അങ്ങനെ കേരളത്തിന് പ്രത്യേക ഒഴിവൊന്നുമില്ല. മധുരയിൽ നിന്ന് ആർ ശ്രീജിത്തൊപ്പം തന്നെ ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആകും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ EMSന് ശേഷം ഒരു മലയാളി പാർട്ടിയെ നയിക്കാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആർ ശ്രീജിത്ത്. റീജിത്ത്, എം.എ. ബേബി CPIMന്റെ ജനറൽ സെക്രട്ടറിയായി അധികാരമേൽക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരുന്നു. പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കാനായി ചേർന്ന CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം അല്പം മുമ്പാണ് സമാപിച്ചത്. നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റി പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനലിനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം.എ. ബേബി എന്നുള്ള പേരിനെയും അംഗീകാരം നൽകിയിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം.എ. ബേബിയുടെ പേര് നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചത്. ആ പേര് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയുന്നത്. മറ്റ് ചർച്ചയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം.എ. ബേബി എത്തുമെന്ന കാര്യം ഉറപ്പിക്കാം. ഇനി ബാക്കിയുള്ളത് സാങ്കേതികമായ നടപടികൾ മാത്രമാണ്. കാരണം CPIMന്റെ ഭരണഘടന അനുസരിച്ച് പുതിയ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന പുതിയ കേന്ദ്ര കമ്മിറ്റിയാണ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് പുതിയ കേന്ദ്ര കമ്മിറ്റി നിലവിൽ വന്ന ശേഷം പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വരിക. എന്തായാലും എം.എ. ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുമെന്ന കാര്യം ഉറപ്പിക്കാം. PBയുടെ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റി തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് സാങ്കേതിക നടപടികൾ മാത്രമാണ്. ശ്രീജിത്ത്, ഈ നേരത്തെ അശോക് ധാവ്ലയുടെയൊക്കെ പേര് നേരത്തെ ഉയർന്നു വന്നിരുന്നെങ്കിലും കേരള ഘടകത്തിന്റെ അപ്രമാദിത്വം അത് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു തീരുമാനം കൂടിയായി എം.എ. ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് മാറുകയാണല്ലോ ശ്രീജിത്ത്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകമായ CPIMന്റെ കേരള ഘടകത്തിന് നിർണായകമായ ശക്തിയുണ്ട് എന്ന കാര്യം ശരിയാണ്. എന്നാൽ അതുമാത്രമല്ല എം.എ. ബേബിയുടെ പേരിലേക്ക് ജനറൽ സെക്രട്ടറി പദം എന്ന കാര്യം എത്താനുള്ള കാരണം സീതാറാം യെച്ചൂരിയുടെ നിര്യാണം സംഭവിച്ചിരിക്കുന്നു. PBയിൽ നിന്ന് ഒറ്റയടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം 7 പേർ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്നു. ഈ സവിശേഷ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു വാക്വം, ഒരു ശൂന്യത പോളിറ്റ് ബ്യൂറോയിലുണ്ട്. അപ്പോൾ അടുത്തതായി പരിഗണിക്കാവുന്ന നേതാക്കൾ 4 പേരായിരുന്നു പ്രധാനമായി ഉള്ളത്. അതിൽ ഒന്നാമത്തെ പേരുകാരൻ എം.എ. ബേബി തന്നെയാണ്. രണ്ടാമത്തെ പേരുകാരൻ കിസാൻ സഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ അശോക് ധാവ്ലയാണ്. മൂന്നാമത്തെ പേരുകാരൻ B.V. രാഘവലുവാണ്. നാലാമത്തെ പേരുകാരൻ പശ്ചിമബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീമാണ്. B.V. രാഘവലു പോളിറ്റ് ബ്യൂറോയിൽ സീനിയോറിറ്റിയിൽ ഏറ്റവും മുൻപിലാണെങ്കിലും തെലങ്കാനയിലെയും ആന്ധ്രയിലെയും സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും പാർട്ടി ചാനലിലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളുണ്ട്. മാത്രമല്ല ബംഗാൾ പോലുള്ള പ്രബല ഘടകങ്ങൾ B.V. രാഘവലുവിനെ പിന്തുണയ്ക്കുന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തടസ്സമായത്. അശോക് ധാവ്ലെ മഹാരാഷ്ട്രയിലെ കർഷക മുന്നേറ്റങ്ങളിലൂടെ ശ്രദ്ധേയനായ നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി ബംഗാൾ ഘടകം നിന്നിരുന്നെങ്കിലും ബേബിക്കാണ് കൂടുതൽ പിന്തുണ ഇതര സംസ്ഥാനങ്ങളിലും മറ്റും വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് എം.എ. ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. മാത്രമല്ല PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അടക്കം ബേബി സെക്രട്ടറി ആവുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ചു. കാരണം 1992 മുതൽ ദേശീയ സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന PBക്ക് ദേശീയ രാഷ്ട്രീയത്തിലും ഒപ്പം പാർട്ടിയുടെ സംഘടനാ രീതികളിലുമൊക്കെ തന്നെ വലിയ തോതിൽ പരിചയമുണ്ട്. 2021 കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മാത്രമാണ് അശോക് ധാവ്ലെ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയത്. അപ്പോൾ സംഘടനാ രംഗത്ത് ബേബിക്കുള്ള പരിചയസമ്പത്തും അനുഭവ സമ്പത്തുമാണ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്താൻ സഹായമാക്കിയതെന്ന് വേണം കരുതാൻ. ആർ ശ്രീജിത്തും ബൽറാം നെടുങ്ങാടിയും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയും പ്രായോഗിക സമീപനങ്ങളും സാംസ്കാരിക രംഗവുമായുള്ള അടുപ്പവും ആശയ വ്യക്തതയും ഇതൊക്കെയുള്ള എം.എ. ബേബി CPIMന്റെ ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്നു. അത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയാണ്. ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു CPIM പോളിറ്റ് ബ്യൂറോ. എം.എ. ബേബി EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നുള്ള ആദ്യ ജനറൽ സെക്രട്ടറിയാണ്. ഒരു മലയാളി വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുകയാണ്.